ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള റവ ഉപ്പുമാവാണ്. സിമ്പിൾ റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു കടായിൽ റോസ്റ്റഡ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നാലും അതൊന്ന് റോസ്റ്റ് ചെയ്യണം. ഒരു 5 മുതൽ 8 മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. കൈ എടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിൽ നിന്ന് കളറൊന്നും മാറണ്ട. ലോ ഫ്ലെയിമിലിട്ട് ഒരു 5-8 മിനിറ്റ് ഒന്ന് നല്ല ചൂടായി കിട്ടണം. അന്നേരം അതിൽ നിന്ന് തന്നെ ഒരു പ്രത്യേക മണം കിട്ടും. അതെടുത്ത് മാറ്റി വെച്ചേക്കണം. ആ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് ഇരിക്കും തോറും കരിഞ്ഞു പോവും. അതിന് വേറൊരു കടായി എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കണം. പിന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടി വന്ന ശേഷം ഒരു വറ്റൽമുളക് പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അതും കളർ മാറിയ ശേഷം ഒരു 7 കാഷ്യൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ. അതിൻ്റെ കളർ ഒന്ന് മാറി വരണം. കളർ മാറി വന്ന കാഷ്യൂവിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കണേ. നല്ലൊരു ഫ്ലേവറിന് പറ്റിയ സാധനം, നല്ലൊരു മണം തന്നെ നമുക്ക് ആ ഉപ്പുമാവിൽ കിട്ടും. അപ്പോൾ അത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നല്ലപോലെ വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയൊരു കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, ഗ്രീൻ പീസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. പിന്നെ 1 കപ്പ് തേങ്ങ തിരികിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൈ കൊണ്ട് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചേക്കണം. ഉടച്ചു കൊടുത്തിട്ട് അത് മാറ്റി വെച്ചിരുന്നാൽ അത് പിന്നീട് നമുക്ക് ചേർക്കാം. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആ മറ്റേ പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കളറൊന്നും ബ്രൗണൊന്നും ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നല്ല പോലെ വഴറ്റി കൊടുക്കണം. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് ഉപ്പൊന്നും ചേർക്കുന്നില്ല. അത് നല്ലപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റവ ഉപ്പുമാവ് നല്ല മഞ്ഞ കളറിൽ കിട്ടും. അപ്പോൾ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഡിഷും കൂടെ ആവും. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ പാലുടച്ച് വെച്ചിട്ടില്ലേ, അപ്പോൾ അത് ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ റവ ഇതിലേക്കിട്ട് നല്ല പോലെ എല്ലാ ഭാഗത്തും പറ്റുന്ന വിധത്തിൽ ഒന്ന് കുറുക്കിയെടുക്കണം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ ഒന്ന് തിരുമ്മി, അതായത് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം അത് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. എന്നിട്ട് അതൊന്ന് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ റെസിപ്പി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലുള്ള കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.